എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. ഇതിനു മുന്നേ ഞാൻ ഓണത്തിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് വേണ്ടി ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട കശുവണ്ടി മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കശുവണ്ടി, കുറച്ച് ഉണക്ക മുന്തിരി കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വയലറ്റ് കളറിലുള്ള അരിയില്ലാത്ത വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വഴുതനങ്ങ വേണമെങ്കിലും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നെയ്യ് പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പം ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്കും മധുരമൊക്കെ വഴുതനങ്ങയിൽ നന്നായിട്ട് വരും. ഇനി ഇതിലേക്ക് ഞാൻ 3-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് 3-ാം പാൽ. അപ്പോൾ ഇതൊരു 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസിലി ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ പായസത്തിന് ഉണ്ടാക്കുന്ന അതാണ് വെർമിസിലി. അപ്പോൾ വെർമിസിലി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെർമിസിലി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ചവ്വരി ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും. അപ്പോൾ 2-ാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഡാർക്ക് കളറിലെ ശർക്കര എടുക്കുന്നതാണ് നല്ലത്. ഇവിടെ കിട്ടുന്നത് ലൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങയുടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1-ാം പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ വഴുതനങ്ങ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പായസം നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഉടനെ വരാം. താങ്ക് യു.